ഗോകുൽ വളരെ വലിയൊരു വിയോഗ വാർത്ത തന്നെയാണ്. കഴിഞ്ഞ ജൂൺ 25 മുതൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട നവാസ് ഇവിടെ ചോറ്റാനിക്കരയിലെ വൃന്ദാവൻ റെസിഡൻസി എന്ന ഹോട്ടലുണ്ട്. ഇവിടെ 209 നമ്പർ മുറിയിലാണ് അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ച കാലമായി തന്നെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് സിനിമയുടെ അവസാന ഷൂട്ടിംഗ് ദിവസമായിരുന്നു. ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസമായിരുന്നു. ഷൂട്ടിങ്ങിന് ശേഷം അദ്ദേഹം റൂമിലേക്ക് തിരിച്ചെത്തി. തുടർന്ന് 9 മണിയോടുകൂടി ചെക്കൗട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് വന്ന് ഹോട്ടൽ ജീവനക്കാർ തന്നെ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് ഇദ്ദേഹത്തെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ആദ്യമായി കണ്ടെത്തിയ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയ റൂം ബോയാണ് നമ്മളോടൊപ്പം ഉള്ളത്. എപ്പോഴായിരുന്നു നവാസിന്റെ മൃതദേഹം കണ്ടെത്തിയത്? 9 o'clock yan waruwa ule sarin ke pariya ke al checkout po room checkout te yani le aake waruwa ule pe bell ule orchu तो पिन वेट 1 minute वेट चाहिए पे डोर ಇಲ್ಲ ಓಪನ್ ಇಲ್ಲ पे നോക്കി ഡോർ ഓപ്പൺ ചെയ്തിട്ട് തപ്പേ ആൾ അവിടെ ഉണ്ടോ താഴെ. അങ്ങനെയാണ് ഗൂഗിൾ ഏകദേശം 9:10 കൂടി ഇദ്ദേഹം ഇവിടെ വരുന്നു. ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായിട്ടും അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് ഡോർ അകത്ത് നിന്ന് തുറന്ന നിലയിലായിരുന്നു. അദ്ദേഹം റൂം തുറന്ന് നോക്കുമ്പോഴായിരുന്നു തറയിൽ വീണ് കിടക്കുന്ന നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. കുഴഞ്ഞു വീണ നിലയിലായിരുന്നു. തുടർന്ന് ഹോട്ടൽ ജീവനക്കാർ തന്നെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. കണ്ടെത്തുന്ന സമയത്ത് അബോധാവസ്ഥയിൽ തന്നെയായിരുന്നുവെന്നാണ് ഇദ്ദേഹം പറയുന്നത്. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരണം സ്ഥിരീകരിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും മൃതദേഹം ഇപ്പോൾ ടാറ്റ ഹോസ്പിറ്റലിൽ ആണ് ഉള്ളത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഉടൻ തന്നെ എത്തിക്കും. ഇദ്ദേഹം തുടർന്ന് കഴിഞ്ഞ 25-ാം തീയതി മുതൽ അദ്ദേഹം ഇവിടെ ചോറ്റാനിക്കരയിലെ ഈ വൃന്ദാവൻ റെസിഡൻസിയിലുണ്ട്. 209 മുറിയിലുണ്ട്. പ്രകമ്പനം സിനിമയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇവിടെ സ്റ്റേ ചെയ്തിരുന്നത്. തുടർന്ന് ഇന്ന് ഷൂട്ടിങ്ങിൻ്റെ അവസാന ദിവസമായിരുന്നു. അതിനുശേഷം ഷൂട്ടിങ്ങുകളെല്ലാം തന്നെ തീർത്ത് അദ്ദേഹം വൈകുന്നേരത്തോടെ എത്തി. പക്ഷേ ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായിട്ടും അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്നാണ് ഇവിടെ ഹോട്ടൽ ജീവനക്കാരെത്തി റൂം പരിശോധിച്ചത്. ആ സമയത്താണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ ഈ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഗൂഗിൾ തീർച്ചയായും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത വരുന്നത്. അപ്രതീക്ഷിതമായൊരു വിയോഗമാണ്. ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഇന്ന് പാക്കപ്പായിരുന്നു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങാൻ 9 മണിയോടുകൂടി ചെക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുമാണ് ആ ഹോട്ടൽ ജീവനക്കാരനാണ്, റൂം ബോയാണ് പറഞ്ഞത്. അദ്ദേഹത്തെ ഈ അബോധാവസ്ഥയിൽ മുറിയിൽ കണ്ടെത്തിയ റൂം ബോയാണ് അല്പം മുമ്പ് സൂര്യശ്രീയുമായിട്ട് സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.